ഹലോ ഗൈസ്, ഒറ്റ ദിവസം കൊണ്ട് സെർച്ചിങ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് നടി ദിവ്യപ്രഭ. സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനതിനെക്കുറിച്ച് പറയും. പായൽ കപ്പാടിയ രജനി സംവിധാനം നിർവഹിച്ച 2024 പുറത്തിറങ്ങിയ ലോകോത്തര സിനിമയ്ക്ക് മുമ്പിൽ മലയാള സിനിമയ്ക്ക് അഭിമാനമായ ചിത്രമാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്നത്. നടി ദിവ്യപ്രഭ, കനി കുസൃതി, ഹൃദു ഹാരോൺ എന്നിവർ തകർത്തഭിനയിച്ച ഈ സിനിമയിലെ ഒരു രംഗത്തെ ചൊല്ലിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ഒരു സർപ്രൈസ് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കനി കുസൃതിയുടെ ബിരിയാണി എന്ന മൂവി ഇതുപോലെ ഒരിക്കൽ തരംഗം സൃഷ്ടിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ പുറത്തിറങ്ങിയ ചിത്രമായ ഓൾ വി ഇമാജിൻ അസ് എ ലൈറ്റ് എന്ന മൂവി, അതിലെ രംഗവും ആളുകൾക്കിടയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓൾ വി ഇമാജിൻ അസ് എ ലൈറ്റ് എന്ന കപ്പാടിയ സംവിധാനം ചെയ്ത ചിത്രത്തിലെ നടി ദിവ്യപ്രഭയുടെയും നടൻ ഹാരോണിൻ്റെയും ന്യൂഡിറ്റി രംഗം ലീക്കായതോടെയാണ് സംഭവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കമൻറ്റ് ബോക്സ് നോക്കിയാൽ ആ ഒരു രംഗത്തിൻ്റെ ദൃശ്യത്തിന് വേണ്ടി അലയുകയാണ് മലയാളികൾ. അടാർ സാധനം, മിന്നായം പോലെ, ലിങ്ക് കിട്ടുമോ തുടങ്ങിയ കമൻറ്റുകൾ ദിനം പ്രതി വരുന്നത്. ഇതോടെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാംസ് ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ചിത്രമാണ് കപ്പാടിയ സംവിധാനത്തിലിറങ്ങിയ ഓൾ വി ഇമാജിൻ അസ് എ ലൈറ്റ് എന്നത്. എന്നാൽ സിനിമ പുരസ്കാരം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ഇക്കാര്യം സംഭവിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചതാണെന്ന് നടി ദിവ്യപ്രഭ പറഞ്ഞു വയ്ക്കുന്നു. ഇവിടെയുള്ള ആളുകൾക്ക് അഭിനേതാവ്, സിനിമ എന്നിവയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഇത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ചും മലയാളികളുടെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ഒരു അഭിനേതാവിന് ശരീരം ഒരു ഉപകരണം മാത്രമാണ്. അതേസമയം സിനിമയിലെ ആ രംഗത്തെ മാത്രം പറ്റി മോശമായ കമൻറ്റുകൾ ചെയ്യുന്നത് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കലിൻ്റെ ഭാഗമായിട്ടും നടി ദിവ്യപ്രഭ പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ പോൺ വീഡിയോസും ബോഡി പൊളിറ്റിക്സും ഇത്രയും സുലഭമായി ലഭിക്കുന്ന ഈ കാലഘട്ടത്തിലും സമ്പൂർണ്ണ സാക്ഷരർ എന്ന് വിളിക്കപ്പെടുന്ന മലയാളി ഈ വിഷയത്തിൽ നടത്തുന്ന സമീപനം ഒരു കപട സദാചാരത്തിൻ്റെ ഉത്തമ ഉദാഹരണമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ പാശ്ചാത്യ സിനിമയിൽ ഇത്തരമുള്ള രംഗങ്ങൾ സുലഭമായതിനാലും അവർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇത് മലയാളികളുടെ സെക്സ് എഡ്യൂക്കേഷൻ കുറവും ഇതിനകം തന്നെ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, കേരള സമൂഹം മുഴുവൻ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടോളൂ ഗൈസ്. കൂടാതെ ഇത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനും, അതെ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്ന ആൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ലിങ്ക് വർക്കാകണമെങ്കിലും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.